നമസ്കാരം പ്രിയപ്പെട്ടവരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള NIT കാലിക്കറ്റ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൻ്റെ അണ്ടറിലായിക്കൊണ്ട് കുറച്ച് ടെമ്പററി റിക്രൂട്ട്മെൻറ്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ്, അതായത് എത്ര വേക്കൻസികളാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഏകദേശം 15,000 രൂപ മുതൽ 30,000 രൂപ വരെ ലഭിക്കാവുന്ന ജോലികളാണിവ. അസിസ്റ്റൻറ്റ്, സപ്പോർട്ട് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഓൺലൈൻ വഴി ആയിക്കൊണ്ടാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇത്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്കാണ് ഇപ്പോൾ കുറച്ച് റിക്രൂട്ട്മെൻറ്റ്സുകൾ നടക്കുന്നത്. അഡ്മിനിസ്ട്രേഷനിലുള്ള അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ഇൻ ടെക്നിക്കൽ, അതുപോലെ തന്നെ സപ്പോർട്ട് എഞ്ചിനീയർ ഇൻ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ, അസിസ്റ്റൻ്റ് ഇൻ സപ്പോർട്ട് സർവീസസ് ആൻഡ് മെയിൻ്റനൻസ് സർവീസസ് എന്നീ തസ്തികകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സുകൾ നടക്കുന്നത്. ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടെക്നിക്കൽ എന്ന് പറയുന്നത് 35 വയസ്സ് വരെയുള്ളവർക്കാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഇൻ സപ്പോർട്ട് ആൻഡ് മെയിൻ്റനൻസ് സർവീസസിന് പറയുന്ന ഏജ് ലിമിറ്റ് 50 വയസ്സാണ് ഈ ഒരു ജോലികൾക്ക് പറയുന്ന ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ +2 പാസ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമ അല്ലെങ്കിൽ 55% മാർക്കിൽ കുറയാത്ത ബിരുദം ഉണ്ടായിരിക്കുക എന്നതാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഇൻ ടെക്നിക്കൽ പറയുന്ന ക്വാളിഫിക്കേഷൻ +2 സയൻസ് പാസ്സായിരിക്കുക, അല്ലെങ്കിൽ ITI ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ 55% മാർക്കിൽ കുറയാത്ത ബന്ധപ്പെട്ട മേഖലയിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നതാണ് അസിസ്റ്റന്റ് ഇൻ ടെക്നിക്കലിന് പറയുന്ന ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ സപ്പോർട്ട് എഞ്ചിനീയർ ഇൻ സിവിൽ ആൻഡ് ഇലക്ട്രിക്കലിന് പറയുന്ന ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ 55% മാർക്കിൽ കുറയാതെ ബന്ധപ്പെട്ട മേഖലയിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നതാണ് ഈ ഒരു ജോലിക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഇൻ സപ്പോർട്ട് സർവീസസ് ആൻഡ് മെയിൻ്റനൻസ് സർവീസസ് ആൻഡ് ഇൻ ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ എന്ന ജോലിക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ITI ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ 10ാം ക്ലാസ് +2 പാസ്സായിരിക്കുക, അതുപോലെ തന്നെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നതാണ് ഈ ഒരു ജോലിക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ. അടുത്തായിട്ട് അസിസ്റ്റന്റ് ഇൻ മെയിൻ്റനൻസ് സർവീസസ് കാർപ്പൻ്റർ, മെസൻ ആൻഡ് ഹെൽപ്പർ എന്ന ജോലിക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 8ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നതാണ് ഈ ഒരു ജോലിക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ. എന്നിങ്ങനെയൊക്കെയാണ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീ ഒന്നും തന്നെ ഇല്ല, ഫ്രീ ആയിക്കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോലികളുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ചെക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് 15 ഏപ്രിൽ 2024 മുമ്പായിക്കൊണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള nitc.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ചെറിയ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾക്ക് കേരളത്തിൽ തന്നെ ജോലി ചെയ്യാവുന്ന ഒരു അവസരമാണിത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെട്ട ഇത്തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ദിവസവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു നോട്ടിഫിക്കേഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.